ഹലോ ഫ്രണ്ട്സ്, വില്ലേജ് സൈറ്റ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ചുണ്ടങ്ങ എന്ന പഴവർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയെക്കുറിച്ചാണ്. അപ്പം പ്രാചീന കാലം മുതൽ ഭക്ഷ്യവസ്തുക്കളായിട്ട് കരുതപ്പെടുന്ന സൊളാനം എന്നൊരു ഭക്ഷ്യ ഗണത്തിൽപ്പെടുന്ന ഒരു സസ്യമാണ് ഈ ചുണ്ടങ്ങ. അപ്പം വഴുതിനയോട് വളരെയധികം സാമ്യമുള്ള ഒരിതാണ് തക്കാളി, വഴുതിന, ഉരുളക്കിഴങ്ങ് എന്നിവയൊക്കെ ഈ സൊളാനത്തിൻ്റെ ഗണത്തിലാണെന്ന് പറയുന്നത്. വഴുതിന ചെടിയോട് വളരെയധികം സാമ്യമാണ്. ഇതിൻ്റെ ഇല, ചെടിയുടെ ഇലയും ശാഖയും അതുപോലെ അതിൻ്റെ മുള്ള് വരെ ഇതിൻ്റെ മേലെയുണ്ട്. അപ്പോൾ ശാഖകളിൽ ചെറിയ മുള്ളുള്ളത് കൊണ്ട് ഇത് ചുണ്ടങ്ങ ശേഖരിക്കുമ്പോൾ മുള്ള് തട്ടാണ്ട് നോക്കണം. അപ്പോൾ ചെടിയിൽ ഒരു വെളുത്ത പൂക്കളും അതുപോലെ പച്ച കുരുക്കൾ അടങ്ങിയിട്ടുള്ള ഇതാണ് കുലകളായിട്ടാണ് കാണുന്നത്. ഇതിലെ കുരുവാണ് മനുഷ്യർ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. ഈ ചെടിയുടെ തണ്ടും ഇലകളും വിഷമയമാണ്. അപ്പോൾ മരച്ചീനി പോലെ ഇലകൾ മൃഗങ്ങൾക്ക് നല്ലതല്ല, വിഷമയമാണ്. അപ്പോൾ ഈ അധികം മൂക്കാത്ത കായ്കളാണ് നമ്മുടെ ഭക്ഷണയോഗ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് അമ്മി കൊണ്ടോ അല്ലെ കല്ല് കൊണ്ടൊക്കെ ചതച്ചിട്ട് നന്നായിട്ട് കഴുകി കറയും കുരുക്കളൊക്കെ നീക്കിയിട്ട് ആണ് ഇത് ഉപയോഗിക്കുക. പ്രമേഹ രോഗത്തിന് അതിൻ്റെ ആരംഭത്തിൽ രോഗത്തെ അകറ്റി നിർത്താനുള്ള ശേഷിയുണ്ടെന്നാണ് പറയുന്നത്. പ്രമേഹം നിയന്ത്രിക്കാനും വളരെ ഔഷധ ഗുണമുള്ളതാണ് ഇതിൻ്റെ കായ്. അപ്പോൾ ഇതിൽ ധാരാളം അയേൺ, കാൽഷ്യം അടങ്ങിയത്. ചില രാജ്യങ്ങളിൽ ഇത് അനീമിയ, വിളർച്ചയൊക്കെ അകറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ചതച്ചെടുത്ത കുരുക്കൾ നന്നായിട്ട് കഴുകിയിട്ട് ഉപ്പ്, മുളക്, വെളുത്ത ഉള്ളി, വെള്ളുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, പിന്നെ തേങ്ങാപ്പീര എന്നിവയൊക്കെ ചേർത്ത് നല്ല കടുക് ഇട്ട് പൊട്ടിച്ച് താളിച്ചിട്ടുള്ള അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, തേങ്ങ പീരയൊക്കെ ഇട്ടിട്ട്. അതുകൊണ്ട് ചുണ്ടങ്ങ കിട്ടിയാൽ വിടണ്ട. ചുണ്ടങ്ങൻ്റെ ചെടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഞാൻ ചെറിയ കൊമ്പ് മുറിച്ചെടുത്തതാണ്. ചെടി കണ്ട വഴുതിനങ്ങേൻ്റെ ഇല തന്നെയാണ്. കുരുക്കളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് കാണിച്ചതാണ്. ശരി, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ടതിൽ വളരെയധികം നന്ദി. അപ്പം വീണ്ടും ഇതുപോലുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.